ശബരിമലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പോലീസിന്റെ സ്ഥിരം സംവിധാനമാണ് സന്നിധാനം പോലീസ് സ്റ്റേഷൻ. വർഷത്തിൽ മുഴുവൻ സമയവും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. പമ്പയിലെ പോലീസ് സ്റ്റേഷന് കീഴിലാകും സാധാരണ സമയങ്ങളിൽ പ്രവർത്തനം. മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം കേസെടുക്കുന്നതിനുള്ള പ്രത്യേക അധികാരത്തോടു കൂടിയാകും ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ കീഴിൽ 20 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ തീർത്ഥാടന കാലത്തുണ്ടാവുക. ഈ തീർത്ഥാടന കാലത്ത് 2 സുമോട്ടോ കേസുകളാണ് ഇതുവരെ ഇവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. മണ്ഡല മകരവിളക്ക് കാലത്ത് ഗവൺമെന്റിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് സന്നിധാനം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം സന്നിധാനം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെ ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 20 ഉദ്യോഗസ്ഥരെയാണ് ഈ സ്റ്റേഷനിൽ ജോലിക്കായി നിയോഗിക്കുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി, പിന്നെ ഏതെങ്കിലും വിധമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സ്റ്റേഷൻ പ്രവർത്തനം തുടരുന്നത്. സന്നിധാനത്ത് ഒറ്റപ്പെട്ടു പോവുകയോ കാണാതാവുകയോ ചെയ്യുന്നവരെ കണ്ടെത്തൽ, നഷ്ടപ്പെട്ടു പോകുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ CCTVയുടെ സഹായത്തോടെ കണ്ടെത്താൻ സഹായിക്കൽ തുടങ്ങി ധാരാളം സഹായങ്ങൾ തീർത്ഥാടകർക്കായി ഇവർ ചെയ്യുന്നുണ്ട്. സന്നിധാനത്ത് കാണാതാകുന്നവരെ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ഭിക്ഷാടനത്തിനായി സന്നിധാനത്തെത്തിയ ഏതാനും പേരെ പമ്പയിലെത്തിച്ച് സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സുരക്ഷിതമായ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരുന്നു. മൊബൈൽ ഫോണുകളും പേഴ്സുകളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയ 50ഓളം വസ്തുക്കൾ കണ്ടെത്തി നൽകാനും സാധിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ വിശ്രമിക്കുമ്പോഴും മറ്റും സ്വകാര്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണമെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞു. ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസപൂജയ്ക്ക് ഒരു CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇവിടെ ചാർജ്. ആ സമയം ഇവിടെ കുറ്റകൃത്യങ്ങളും മറ്റും ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസെടുക്കേണ്ടതും മറ്റും പമ്പ പോലീസ് സ്റ്റേഷനാണ്. മാസപൂജയ്ക്ക് ശേഷം വരുന്ന സമയങ്ങളിൽ പത്തനംതിട്ട AR ക്യാമ്പിലെ ESയുടെ നിർദ്ദേശപ്രകാരം ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും 9 പോലീസുകാരും ഉൾപ്പെടെ 10 പേരുടെ 24 മണിക്കൂറിൽ സുരക്ഷിതയിലാണ് സന്നിധാനവും പരിസരവും. നമ്മൾ സന്നിധാനത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ ദർശനത്തിന് വരുന്ന തീർത്ഥാടകർക്ക് കൊടുക്കാനുള്ളത് 1-2 ചെറിയ നിർദ്ദേശങ്ങളേ ഉള്ളൂ. സ്വാമിമാരെ വിശ്രമിക്കുന്ന അവസരങ്ങളിൽ അവർ കൂടെ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവർ സൈഡിൽ വെച്ച് റെസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം അവർ ഒരുപക്ഷെ ആ സാധനങ്ങൾ എടുക്കാതെ വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മൾ അങ്ങനെ ഒരു വിവരം, അവരുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്നൊരു വിവരം ലഭിച്ചാൽ നമ്മൾ ഉടൻ തന്നെ CCTV ക്യാമറ നോക്കിയിട്ട് ഈ സ്ഥലത്ത് പോയി അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നമ്മൾ റിക്കവർ എടുത്തു കൊടുക്കാറുണ്ട്. ഇന്നറിയാൻ ന്യൂസ് കേരള, ശബരിമല. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.